കേരളത്തിൽ ഫുട്ബോൾ എന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ, മലബാറിൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സെവൻസ് ആയിരുന്നാലും ഫുട്ബോൾ ആയിരുന്നാലും അവർ ഏറെ പ്രാധാന്യത്തോടെയാണ് പല മത്സരങ്ങളായി പല ലീഗുകളായി കളിക്കുന്നത്. എന്നാൽ അർജൻറ്റീനയുടെ ടീം ലോകകപ്പ് ജേതാക്കളാണ്. അവർ 2022 നടന്ന വേൾഡ് കപ്പിൽ, ഫിഫ വേൾഡ് കപ്പിൽ കപ്പ് ഉയർത്തിയതാണ്. അവർ കേരളത്തിൽ ലയണൽ മെസ്സി അടക്കമുള്ളവർ വരും എന്ന വാഗ്ദാനം കേരള സംസ്ഥാന സർക്കാർ നൽകിയത് ഇപ്പോൾ അവർ മലക്കം മറിഞ്ഞുകൊണ്ട് പറയുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു വാഗ്ദാനവും നൽകിയിട്ടില്ല, അതൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ MD-യുമാണ് ഇത്തരത്തിൽ ഒരു വാഗ്ദാനം നൽകിയത്. അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ MD ആയിട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ആൻഡോ അഗസ്റ്റിനാണ്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ അദ്ദേഹത്തിനെതിരെ പുകഞ്ഞുകൊണ്ടേ ഇരുന്ന ഒരു വിഷയമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നാണ് കായിക മന്ത്രിയായ വി അബ്ദുറഹ്മാൻ ചോദിക്കുന്നത്. എന്നാൽ ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്, ഈ വിഷയത്തിൽ പല കാര്യങ്ങളും പഠിക്കേണ്ടതായി ഉണ്ട്, അവർ വരില്ല എന്നൊന്നും പരിപൂർണമായി പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ പരുവത്തിൽ, അവിയൽ പരുവത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് കാണുമ്പോൾ ശരാശരി മലയാളിക്ക് മനസ്സിലാകുന്നത് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിൽ ജോഷി ചതിച്ചാശാനെ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഡയലോഗാണ്. അതായത് ജോഷി വരുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അതിലൊരു ഡയലോഗുണ്ട്. അതിന് തുല്യമായി വരികയാണ് മെസ്സി വരുമോ ഇല്ലയോ, മെസ്സി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ് ഒടുവിൽ മലക്കമറിയാൻ ഇരിക്കുകയാണ്. ഏതായാലും ഈ വിഷയത്തിനെക്കുറിച്ച് കൃത്യമായ മാധ്യമ നിരീക്ഷണം പുറത്തു വരുന്നത്, അഥവാ ലയണൽ മെസ്സിയും ടീമും കേരളത്തിലെത്തി അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ ഇരുന്നത് പിണറായി വിജയനും സംഘവുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പദ്ധതി പാളിപ്പോയാൽ ആ ഉത്തരവാദിത്തം മുഴുവനായി റിപ്പോർട്ടർ ചാനലിലും അതിൻ്റെ MD-യുടെ മണ്ടയ്ക്ക് കൊടുത്ത് തടി തപ്പുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇപ്പോൾ പിണറായി സർക്കാർ അവലംബിക്കുന്നത്. എങ്ങനെയാണോ വിഴിഞ്ഞത്തിന് കൃത്യമായി അതിൻ്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടത്, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാൻ പിണറായി മോദിയും ശ്രമിച്ചത്, അതിന് തുല്യമാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ ടീം കേരളത്തിൽ എത്തിക്കാൻ, അതായത് ഈ വർഷം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്നത് വ്യക്തമാവുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് ആൻഡോ അഗസ്റ്റിൻ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങും തൊടാത്ത ഒരു ന്യായവാദം അടിക്കുമ്പോൾ വി അബ്ദുറഹ്മാൻ പറയുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തമേ അല്ല, ഇത് കായിക വകുപ്പിന് അതിന് മാത്രമുള്ള പൈസയൊന്നുമില്ല, ഇത് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തവരോട് തന്നെ ചോദിക്കണം, അവരാണ് ഈ കാര്യത്തിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത്, ഞങ്ങൾക്ക് അതിനകത്ത് വലിയ റോളൊന്നുമില്ല, ഞങ്ങൾക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പരിമിതിയുണ്ട്, ഞങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾ, അതായത് കേരളത്തിലെ മറ്റ് സ്പോർട്സ് മേഖലകളാണ് ഞങ്ങളുടെ കൂടുതൽ കൃത്യമായി കേന്ദ്രീകരിക്കുന്നത്, ഫുട്ബോൾ ഞങ്ങളുടെ ഒരു വിഷയമേ അല്ല, ഞങ്ങൾ ഈ നാട്ടുകാരെ അല്ല എന്ന് അബ്ദുറഹ്മാൻ പറയാത്തത് എത്രയോ നന്നായി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്.